ഇന്ത്യൻ ഭരണഘടന പോലെ വി ദ പീപ്പിൾ എന്നല്ല, ഉം. ഇൻ ദ നെയിം ഓഫ് ദ ലോഡ് എന്ന് തന്നെയാണ്. അത് ക്രിസ്ത്യൻ ദൈവം തന്നെയായിരുന്നു ഉള്ളത്. അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് അവൻ്റെ വാല്യൂസ് എല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഭരണഘടന ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ആധുനിക ബോധത്തോടുള്ള ഭരണഘടനയല്ല നമ്മൾ അറിയണം. ഉം. തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് നമുക്ക് വിളിക്കാനൊക്കാത്ത, പക്ഷെ അതേ സമയത്ത് വളരെ വലിയ ഇൻഫ്ലുവൻഷ്യലായിട്ട് ദൈവത്തിനെ പറ്റി പറഞ്ഞാൽ ഏത് ദൈവം ആരുടെ ദൈവമാണെന്നൊക്കെ വരുമല്ലോ. ഉം. അതിനകത്ത് നമ്പർ കൂടുന്നതനുസരിച്ച് ക്രിസ്ത്യൻ മെജോറിറ്റിയുടെ ദൈവം തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ഭരണഘടന തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ഭരണഘടനകളിലൊന്നായത് കാരണം കൊണ്ട് നമ്മളതിനെ മെച്ചപ്പെട്ടതായിട്ട് കാണുക, അതിനകത്ത് പറയുകയൊക്കെ ചെയ്യുമ്പോഴും ഉം. ബ്രിട്ടീഷുകാർ ഭരിച്ചതിന് പകരം ഭരിക്കുന്ന ലോക്കലായ മുതലാളിമാർ ഭരിക്കുന്ന സ്ഥലമായിട്ട് അത് മാറുന്നു. ബ്രിട്ടീഷ് മാറി കോർപ്പറേറ്റ് വന്നു. അതെ, അങ്ങനെ ആ കോർപ്പറേറ്റ് നമ്മൾ ഇന്ന് വിളിക്കുന്ന നിലവാരത്തിൽ അന്ന് വലിയ പണക്കാർ ആയിരിക്കുന്ന കുറേ പേര് ആയിരിക്കും ഇൻഫ്ലുവൻസ്. ഈ ഇപ്പോൾ വാഷിങ്ടണ് തന്നെ ഇഷ്ടംപോലെ എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റ് ഉള്ളത് മാത്രമല്ല, അവിടെ എല്ലാം ഈ സ്ലേവ്സ് ഉണ്ട്. ഉം. അപ്പോൾ ആ സ്ലേവ്സ് അവിടുത്തെ പൗരന്മാരായിട്ടില്ല. അപ്പോൾ ഉം. പിന്നെ ഈ ഇബ്രാഹിം ലിങ്കൺ വരുമ്പോഴാണല്ലോ ആ മാറ്റമൊക്കെ. അവർ കൂടി വോട്ട് ചെയ്യാനൊക്കെ ഉള്ളത്. അല്ല, അവർ സ്വതന്ത്രരായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കാണേണ്ടതുണ്ട്. അപ്പം ഈ ഒരു 250 വർഷത്തെ ചരിത്രത്തിനകത്ത് പറയുന്ന ഭരണത്തിനകത്ത് സഹായിച്ച് നിന്ന ആളുകളാണ് അമേരിക്കക്കാരായി ഇരിക്കുന്നത്. ഉം.